ഈ പ്രപഞ്ചം നിങ്ങൾ നോക്ക്, രാത്രി തെളിഞ്ഞ ആകാശത്തേക്ക് നോക്കി നിങ്ങളൊന്ന് കിടന്ന് കുറച്ചു നേരം ചിന്തിച്ചു നോക്കി. ആ കാണാതെ നിങ്ങൾക്ക് ഒരു ജന്മം കൊണ്ട് എണ്ണി തീർക്കാൻ കഴിയാത്ത, എത്രയോ ജന്മം കൊണ്ട് എണ്ണി തീർക്കാൻ കഴിയാത്ത ഈ നക്ഷത്രങ്ങളെല്ലാം ഓരോ സൂര്യന്മാരാണ്. ഈ ഓരോ സൂര്യന്മാർക്കും ഭൂമിയേക്കാൾ ഗംഭീരമായ ചിലതിന് 100 കണക്കിന് ഗ്രഹങ്ങളോ ഉപഗ്രഹങ്ങളോ ഒക്കെ ആയിട്ട് അതിനകത്ത് കാണുന്നതൊക്കെയാണ്. ഇതുപോലുള്ള സൗരയൂഥങ്ങൾ നിരവധിയുണ്ട്. ഇത്ര കോടാനുകോടി മനുഷ്യൻ ഇത്രയും വർഷത്തെ സാങ്കേതിക വിദ്യ കൊണ്ടും എത്തിപ്പെടാനോ അന്വേഷിച്ച് കണ്ടെത്തുവാനോ കഴിയാത്ത വിപുലമായ ഒരു വലിയ താരാളമാണ്. അവിടെ ഈ ഭൂമി അവിടെ നിന്ന് നോക്കുമ്പോ എന്റെ ചന്ദ്രനെ നോക്കുന്നുള്ളൂ. ഈ ഒരു സാമ്പത്തിക ഘട്ടമാണ് നമ്മളെ ഇവിടെ അടിക്കുന്നത്. റബ്ബി മസിപിടിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇയാളുടെ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അല്ലെങ്കിൽ സൗകര്യത്തിന് അപ്പുറത്തുള്ള ഒരു സാധനം ഇട്ടുകൊടുക്കുക എന്നും പറയാൻ ഒരു ശാസ്ത്രത്തിന് പറ്റുന്നില്ലേ? ഏതായാലും അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മളുടെ ഈ ഭൂമിക്ക് അതീതമായ ഭൗമേതരമായ ഒത്തിരി വളർച്ചയുള്ള ജനസമൂഹങ്ങൾ നമ്മുടെ പോലത്തെ മനുഷ്യരാകുന്നില്ല. മറ്റു തരം ടെക്നോളജി വളർന്ന എന്തെല്ലാം അത്ഭുതങ്ങൾ ഒളിഞ്ഞിട്ടുണ്ട്. ഒന്നാലോചിച്ച് ഒരു 10,000-3000 കൊല്ലം മുമ്പത്തെ മനുഷ്യർക്ക് നമ്മൾ ഇന്നീ പറയുന്ന പല ഗ്രഹങ്ങളെ കുറിച്ചോ ഉപഗ്രഹങ്ങളെ കുറിച്ചോ സൂര്യൻ എന്ന് പറയുന്ന പ്രതിഭാസം ശാസ്ത്രീയമായിട്ട് എന്താണെന്നോ അത് എങ്ങനെയാണ് കത്തുന്നതെന്നോ ദിനരാത്രം ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് ഒന്നുപോലും അറിയില്ലെന്ന് നോക്കണം. അവിടെ 10,000 കൊല്ലം കൊണ്ട് നമ്മൾ ഇത്രയും അറിവുള്ള ഒരു ശാസ്ത്ര സാങ്കേതിക വികസിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ 3,000 കൊല്ലം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം അന്നത്തെ മനുഷ്യൻ തിരിച്ചറിയാനിരിക്കുന്നതിലൂടെ നമ്മൾ കാണണം. ഈ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ വ്യാപ്തി, വലിപ്പം, മനുഷ്യന്റെ ചരിത്രം, മനുഷ്യനെ 100-200 കൊല്ലം നിങ്ങൾ ആലോചിച്ചില്ലേ? നിങ്ങളുടെ കുട്ടിയോടാണ് പറയുന്നത്, 100 ജീവിക്കുക. നിങ്ങളുടെ ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ അവരുടെ യൗവനകാലത്ത് അവർ പലതിനെ കുറിച്ച് വിശ്വാസങ്ങളാവട്ടെ, തൊട്ടടുത്ത കാവിലെ ഒരു ഉത്സവത്തില് അവിടെയുള്ള ഒരു ഐതിഹ്യമാവട്ടെ, അതിനെക്കുറിച്ച് അവർ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ചില നാട്ടുവിശ്വാസങ്ങൾ, ആചാരങ്ങൾ ഈ നാട് മുഴുവൻ അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കാലം മാറുമ്പോൾ നമ്മുടെ ചിന്തകളോ വീക്ഷണങ്ങളോ ഒക്കെ മാറി വരില്ലേ? അങ്ങനെയാണെങ്കിൽ 2 തവണ മുമ്പോടെ ആളുകളെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ 200 തവണ മുമ്പ് പറഞ്ഞ സാധനം ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടി വരുമെന്ന് ആവശ്യമില്ലേ? ഇത് മാറുന്നത് യാഥാർത്ഥ്യമാണ്. മതവിശ്വാസം നിങ്ങളെ മുമ്പോട്ട് നയിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ല ചിന്ത വരുന്നുണ്ടെങ്കിൽ അതൊന്നും അല്ല ശരിയായി പറയുന്നത്. മാനവരാശിക്ക് എതിരായി ചെയ്യുന്നത് എന്ത് കാര്യവും ഇതെപ്പോഴും പ്രപഞ്ചത്തിലൊന്നുമില്ല എന്നുള്ള ചിന്ത, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഭൂമി എന്ന് പറയുന്ന ഈ ചെറിയ ഉണ്ടാക്കിയിരിക്കുന്നതാണെന്നുള്ള മണ്ണം ചിന്ത മാറ്റി അത്ഭുതകരമായ ഒരു പ്രപഞ്ചമുണ്ടാകും. ഈ പ്രപഞ്ചത്തിനെ ഇങ്ങനെ കറക്കുന്നത് നമ്മൾ പറയുന്നത് മനുഷ്യനെ വട്ടുകളിക്കുന്ന കറക്കുന്നതല്ല. ഇവിടുത്തെ മാഗ്നറ്റിക് അല്ലെങ്കിൽ ഇവിടുത്തെ കാന്തികമായ വലിയ ശക്തിയുണ്ട്. ഈ ഓരോ ഗ്രഹങ്ങളെയും അകറ്റി നിർത്തുന്നതോ അടുപ്പിച്ചു നിർത്തുന്നതോ ആയ ശക്തി, കാറ്റ്, വെളിച്ചം, പിന്നെ സൂര്യന്റെ പ്രകാശം പോലെ ചന്ദ്രനിൽ നിന്ന് നക്ഷത്രങ്ങളിൽ നിന്നുള്ള പ്രകാശം, ഇങ്ങനെ നമ്മൾ ഇപ്പോഴും ഐഡന്റിഫൈ ചെയ്യാത്ത എന്നാൽ നാളെ ഐഡന്റിഫൈ ചെയ്യുന്ന ഉറപ്പുള്ള ശാസ്ത്ര വിസ്മയമായിരിക്കണം നമ്മളെ പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇന്നലെ ജീവിക്കുന്നത്. നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്, യാത്രയിലൂടെ എത്തിയത്, ഈ മൈക്കിലൂടെ നിങ്ങൾ ശബ്ദം കേൾക്കുന്നത്, എയർ കണ്ടീഷൻ എന്ന് പറയുന്ന പ്രതിഭാസം പോലെ നിങ്ങളുടെ മൊബൈൽ ഫോണില് നിങ്ങൾ ഇപ്പോൾ ഇരുന്ന് ലൈവ് സംപ്രേഷണം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഏതോ ഗ്രാമത്തിലെ വീട്ടിലിരിക്കുന്ന തത്സമയം കാണുന്ന ടെക്നോളജി വരെ മനുഷ്യൻ ശാസ്ത്രത്തിന് മുൻപോട്ട് വളർത്തിയെടുക്കാമെന്ന് നോക്കണം. അതിനെ മുഴുവൻ ആസ്വദിച്ചുകൊണ്ട്, അതിനെ മുഴുവൻ അംഗീകരിച്ചുകൊണ്ട്, അതിന്റെ സർവ്വഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും എവിടെയായിരിക്കുന്നത് എന്ന് ആലോചിച്ചു നോക്കും. അതാണ്